നടൻ മോഹൻലാലിനെ കണ്ടുപിടിക്കണം എന്നാണ് സംവിധായകൻ പ്രിയദർശനോട് കെ.ടി. ജലീൽ പറയുന്നത്. മുൻപ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേര് വെട്ടിമാറ്റിയ സംഭവത്തിൽ കെ.ടി. ജലീൽ MLA നിയമസഭയിൽ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ വീണ്ടും ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ദേശീയ പുരസ്കാരത്തിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേര് വെട്ടിമാറ്റിയ ഈ ഒരു സംഭവത്തിൽ സംവിധായകൻ പ്രിയദർശനെ കടുത്ത രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് കെ.ടി. ജലീൽ എത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു കെ.ടി. ജലീലിന്റെ ഈ ഒരു രൂക്ഷമായ വിമർശനം. പേരുകൾ വെട്ടിമാറ്റാനുള്ള ശുപാർശ നൽകിയ കമ്മിറ്റിയിൽ മലയാളിയായ സംവിധായകൻ പ്രിയദർശൻ അംഗമായി എന്നത് ലോക മലയാളി സമൂഹത്തിന് തന്നെ വലിയ അപമാനമായി എന്നാണ് ജലീൽ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്ദിരാഗാന്ധിയെയും നർഗീസ് ദത്തിനെയും വെട്ടിമാറ്റിയവരിൽ പ്രിയദർശനും. ദേശീയ ഫിലിം അവാർഡുകളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേരുകൾ വെട്ടിമാറ്റാനുള്ള ശുപാർശ നൽകിയ കമ്മിറ്റിയിൽ മലയാളിയായ സംവിധായകൻ പ്രിയദർശൻ അംഗമായി എന്നത് ലോക മലയാളി സമൂഹത്തിന് തന്നെ വലിയ അപമാനമായി. ഫാസിസ്റ്റ് പ്രവണതകളെ എതിർക്കുന്നതിൽ കേരള രാഷ്ട്രീയവും കലാമേഖലയും എക്കാലത്തും മുൻപന്തിയിലാണ് നിലകൊണ്ടിട്ടുള്ളത്. അത്തരമൊരു പൈതൃക ഭൂമിയിൽ നിന്ന് വെട്ടിമാറ്റൽ സർജറിയിൽ ഒരാളെ പങ്കാളിയാക്കലായിരുന്നു കേന്ദ്രം ഭരിക്കുന്നവരുടെ ലക്ഷ്യം. ആ ചതി തിരിച്ചറിഞ്ഞ് പിന്തിരിയാൻ പ്രിയദർശൻ ശ്രമിക്കേണ്ടതായിരുന്നു. അദ്ദേഹം അത് ചെയ്യാതിരുന്നത് മലയാളികളിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടും അതിൽ നിന്ന് വിട്ടുനിന്ന മോഹൻലാലിന്റെ പാത പ്രിയദർശനും പിന്തുടരേണ്ടതായിരുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. പ്രിയദർശ നീയും. ഇങ്ങനെ അവസാനിക്കുന്നു കെ.ടി. ജലീലിന്റെ പോസ്റ്റ്. മുൻപ് ഈ ഒരു വിഷയം നിയമസഭയിൽ കെ.ടി. ജലീൽ ഉന്നയിച്ചപ്പോൾ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരിടത്തും കണ്ടില്ല എന്നും മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ ഒരു മലയാളി കൂടി ഉണ്ടെന്നത് വേദനിപ്പിക്കുന്നുവെന്നും അന്ന് കെ.ടി. ജലീൽ പറഞ്ഞിരുന്നതാണ്. പ്രിയദർശൻ കൂട്ടുനിന്നുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെയും പേര് വെട്ടിമാറ്റിയതെന്ന് അദ്ദേഹം ഉന്നയിച്ചിരുന്നു. സാർ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പ്രമുഖ നടിയും MP-യുമായിരുന്ന നർഗീസ് ദത്തിന്റെയും പേര് കേന്ദ്ര സർക്കാർ വെട്ടിയതായി വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അതിനോട് പ്രതികരിച്ചു? അവരുടെ പ്രതിഷേധം നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ഇനിമേലിൽ അറിയപ്പെടുക മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം എന്നു മാത്രമായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി ദേശീയോദ്ഗ്രഥനത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ സിനിമക്ക് നൽകി വരുന്ന നർഗീസ് ദത്ത് പുരസ്കാരം ദേശീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം എന്നാക്കി മാറ്റി. സാർ, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ ഗസറ്റിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ മലയാളിയായ ഒരാളുണ്ട് എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, കേരളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ്. പ്രിയദർശന്റെ കൂടി കൊത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത്. പ്രിയദർശനാണ് നർഗീസ് ദത്തിന്റെ പേര് വെട്ടിമാറ്റിയതിന് കൂട്ടുനിന്നത്. ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് കോൺഗ്രസ് നേതൃത്വം എവിടെയെങ്കിലും പ്രതികരിച്ചോ? ഇവരുടെ സമുന്നത നേതാവിന്റേതടക്കം പേരുകൾ വെട്ടിമാറ്റിയതിനെതിരായി പ്രതിഷേധിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്നാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയത്. ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരത്തിൽ നിന്ന് പ്രശസ്ത നടി നർഗീസ് ദത്തിന്റെ പേരും ഒഴിവാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഇതുവരെയും ഇന്ദിരാഗാന്ധിയുടെ പേരിലായിരുന്നു നൽകിയിരുന്നത്.
ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളുടെ സമ്മാനത്തുക കൂട്ടാനും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം രൂപവത്കരിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് അവാർഡുകളുടെ പേരുകൾ മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ അംഗങ്ങളായ സമിതി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. ഐക്യകണ്ഠേനയാണ് തീരുമാനം അംഗീകരിച്ചതെന്ന് സമിതി അംഗങ്ങളിൽ ഒരാൾ വാർത്താ ഏജൻസിയെ അറിയിക്കുകയായിരുന്നു. ശബ്ദവിഭാഗത്തിൽ ഉൾപ്പെടെ സാങ്കേതിക വിഭാഗത്തിലെ ചില മാറ്റങ്ങളാണ് താൻ നിർദ്ദേശിച്ചിരുന്നതെന്ന് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പേര് ഇല്ലാതെയായിരിക്കും മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം നൽകുക. നേരത്തെ നവാഗത സംവിധായകനുള്ള അവാർഡ് തുക നിർമ്മാതാവും സംവിധായകനും നൽകിയിരുന്നു. എന്നാൽ ഇനി മുതൽ സംവിധായകന് മാത്രമായിരിക്കും ക്യാഷ് അവാർഡ് നൽകുക. ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ഇനി മുതൽ ദേശീയ സാമൂഹിക പരിസ്ഥിതി മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ചിത്രത്തിനുള്ള അവാർഡ് എന്ന പേരിലായിരിക്കും നൽകുക. സാമൂഹിക പാരിസ്ഥിതിക പ്രസക്തിയുള്ള ചിത്രങ്ങൾക്ക് നൽകിയിരുന്ന പുരസ്കാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരം പുതിയ പേരിൽ നൽകുന്നത്.